ആടുജീവിതം കണ്ടിരിക്കണം. ആടുജീവിതം ഈ സിനിമ നിങ്ങളുടെ ആത്മാവ് ചെന്ന് കൊടുക്കും. ഇത് മലയാള സിനിമയുടെ എക്സ്ട്രീം എൻഡാണ്. എക്സ്ട്രീം എൻഡ്. ഇതിനപ്പുറത്തേക്ക് ഒരു മലയാള സിനിമ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. ഇനി എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതിന് താഴോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കീപ്പോട്ടേ ഉള്ളൂ. ആടുജീവിതം ഒരു ബെഞ്ച് മാർക്കാണ്. സിനിമ ബിഫോർ ആടുജീവിതം, സിനിമ ആൻഡ് ആഫ്റ്റർ ആടുജീവിതം. പ്ലസ് എന്നുള്ള സംവിധായകൻ ഒരു 16 വർഷം മുടക്കിയതിന്, ഒരു ലോങ് 16 വർഷം മുടക്കിയതിന്, പൃഥ്വിരാജ് ഒരു ലോങ് 10 വർഷം മുടക്കിയത് വർത്തിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സിംഗിൾ ഫ്രെയിം ബൈ ഫ്രെയിം, ഓരോ ഷോട്ട് ബൈ ഷോട്ട്, ഈവൻ എല്ലാം ഫുൾ കംപ്ലീറ്റ്ലി വർത്തിറ്റ്. ഈ സിനിമയ്ക്ക് വേറെ കുറെ പ്രത്യേകതകളുണ്ട്. കണ്ടോണ്ടിരുന്ന നമുക്ക് വരെ വെള്ളം തയ്ക്കും. ഇന്ത്യൻ സിനിമയിൽ ഇതുപോലത്തെ സിനിമ ഇറങ്ങില്ല. നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ കൊടുക്കാത്തവരെ ചെകിട്ടൊക്കെ അടിക്കണം. കാരണം അതുപോലെ മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സംഗീത സംവിധായകൻ, ഇത്രയും കാറ്റഗറിക്ക് ഈ സിനിമയ്ക്ക് കൊടുത്തേ പറ്റൂ. ഈ സിനിമയ്ക്ക് സിനിമാറ്റോഗ്രഫി കൊടുത്തേ പറ്റൂ. അതൊക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ മാറി നിൽക്കും. ഇല്ല, ഫഹദ് ഫാസിൽ അങ്ങനെയുള്ളവരൊന്നും ഒന്നും ഇല്ല. വെറും ഷൂ എന്ന് വേണമെങ്കിൽ പറയാം. വെറും ഷൂ. അതുപോലത്തെ അഭിനയം. ഇതെന്റെ പൊന്നു രാജേട്ടാ, ഇങ്ങനത്തെ ഒരു സിനിമ നിങ്ങൾ ഇന്ന് ചെയ്യരുത്. വേറെ ഒന്നും കൊണ്ടല്ല, കണ്ടിട്ട് സഹിക്കാനുള്ള. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു രാജേട്ടനുണ്ട്, ഒരു മാസ് നടന്നുള്ള ഒരു, അല്ലെങ്കിൽ സെൻഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ നിങ്ങൾ മെലിഞ്ഞ് നിങ്ങളുടെ ശരീരം കളഞ്ഞ് ഇതുപോലത്തെ ഒരു സീൻ, ഇതുപോലത്തെ ഒരു പടം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് പടത്തിന് അത് വാല്യുബിൾ ആണ്. പടം അത് അത്രയും ലെവലിൽ പോയിട്ടുണ്ട്. ആ രീതിയിൽ കിട്ടുന്നുണ്ട്, നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷെ സഹിക്കാനുള്ള നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട്. ഇന്റർനാഷണൽ ലെവൽ പടം, ഇന്റർനാഷണൽ സബ്ജക്റ്റ്, ഇന്റർനാഷണൽ ലെവൽ ഡയറക്ടിങ്, ഇന്റർനാഷണൽ ലെവൽ ആക്ടിങ്. അപ്പോൾ നമ്മൾ എല്ലാവരും തമാശക്ക് പറയും ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യാൻ. തമാശയല്ല, ഗ്യാരണ്ടി ആയിട്ട് ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യാം. പാരസൈറ്റ് അങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ അഭിനയിച്ച് അതിനൊക്കെ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗോഡ് ലൈഫിന് കൊടുത്തുവിടാം? കാരണം അതുപോലത്തെ സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ബുക്കിൽ എഴുതി വെച്ച് നമ്മൾ കാണുമ്പോൾ, ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, ഇനി എനിക്ക് വായിക്കണം. പക്ഷെ അത് കാണുമ്പോൾ കുറച്ചും നമുക്ക് ഉള്ളിൽ തട്ടിയുള്ള ഫീലാണ് പറയണത്. നമ്മളിപ്പോൾ കണ്ടിറങ്ങിയിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് വിങ്ങുക പടം. ആ നജീബ് എന്നുള്ള ക്യാരക്ടറും ആ ഒന്നുമില്ല, ആ പുള്ളി ജീവിച്ചിലിട 4 കൊല്ലം വിങ്ങുമായിരുന്നു ആ ഒരു ക്യാരക്ടർ. പുള്ളി എങ്ങനെ 4 കൊല്ലം അവിടെ പിടിച്ചു നിന്നു. ആ ആടുകളുടെ ഇടയിലും ഒട്ടകത്തിൻ്റെ ഇടയിലും ഈവൻ സംസാരിക്കാൻ വരെ പുള്ളി മറന്നുപോയി. ഭാഷ മറന്നുപോയി. നമ്മുടെ ജോ അനക്കാൻ വരെ പുള്ളി മറന്നുപോയി. സംസാരിക്കാൻ പറ്റാനുള്ള, പറയുന്ന വാക്കുകൾ വേറെന്തോ ആയി പോണു. സൗണ്ട് കിട്ടണില്ല. ആകെ കുറച്ച് ആടിനെയും ഒട്ടകത്തിനെയും ഓടിക്കുന്ന സൗണ്ട് മാത്രമേ പുള്ളിക്ക് അറിയുള്ളൂ. അറബിയോട് സംസാരിക്കാൻ അറബി അറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ സംസാരിക്കാറില്ല. അതെല്ലാം അങ്ങ് അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച് വെച്ചേക്കുക. സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു സീനുണ്ട്. പുള്ളി ഒരു ബണ്ണ് കഴിക്കാൻ വേണ്ടി ജോ അനക്കണത്, ഇങ്ങനെ അനക്കണ ഒരു സീനുണ്ട്. ഞാൻ വിചാരിച്ചു പുള്ളി അത് ഇങ്ങനെ അഭിനയിക്കണത്. പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായ പുള്ളി അത് അനക്കാറില്ല. ജോ അനങ്ങിയാൽ ചവയ്ക്കണ വരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടാറില്ല. വല്ലപ്പോഴാണ് കഴിക്കാൻ കിട്ടണത്. അത് അപ്പം അതിൻ്റെയൊക്കെ റിസംബ്ലൻസ് ആയിട്ട് പുള്ളി അഭിനയിച്ച് വെച്ചേക്കണം. ഒറിജിനലി നജീബ് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ പടം ഒരു 500 കോടിയെങ്കിലും മിനിമം അടിക്കണമെന്ന് ഞാൻ അറിയുന്നത്. ഒരു 500 കോടി അടിച്ചിട്ട് ഒരു 25-30 കോടിയെങ്കിലും നജീബിന് കൊടുക്കണം. ഒറിജിനൽ നജീബിന് കൊടുക്കണം. അയാൾ അതുപോലത്തെ ലൈഫ് ജീവിച്ച് തീർത്തു. നരകജീവിതം ജീവിച്ചു തീർന്നു പറയാം. നരകജീവിതം. ഒരുപാട് സമയങ്ങൾ പുള്ളി പടച്ചോനെ വിളിക്കുന്നുണ്ട്, പടച്ചോനെ ഒന്ന് രക്ഷിക്കണമെന്ന്. ഏറ്റവും അവസാനം ഒരു കള്ളൻ്റെ രൂപത്തിൽ പടച്ചോനെ ഒന്ന് രക്ഷിക്കണം. അത് പറഞ്ഞേ. ഇപ്പം സത്യഭാമ പറഞ്ഞില്ലേ, കറുത്തവര്, ഇരുണ്ടവര്, താഴ്ന്ന, അതൊന്നും അല്ല. അവർക്കൊന്നും അറിയില്ല. ജീവിതം അറിയില്ല. ജീവിതം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ നജീബിനെ പോലുള്ളവരുടെയൊക്കെ ജീവിതം എടുത്ത് വായിക്കുകയോ കണ്ടു പഠിക്കുകയോ അല്ലെങ്കിൽ അതുപോലത്തെ ജീവിതം അനുഭവിച്ച് തീർക്കുന്നവർക്ക് അറിയുള്ളൂ ജീവിതം എന്താണെന്നുള്ളത്.